നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ആ യുദ്ധത്തിലേക്ക് പുതിയ ശക്തികൾ കടന്നു വരുമോ എന്നാണ്. ഇന്നലെ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, കിങ് ജോങ് ഉന്നിനെ പോലുള്ള ആളുകളൊക്കെ ഈ യുദ്ധത്തിന്റെ ഭാഗമായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളും അതിൽ അമേരിക്ക നൽകുന്ന പിന്തുണയും നിലവിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ ഈ സംഘർഷത്തിൽ ഒരു പക്ഷം ചേർന്നാൽ അത് ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു വഴിത്തിരിവാകും. ദശകങ്ങളായി ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ സൈനികവും സാങ്കേതികവുമായ ശക്തമായ ഒരു ബന്ധമുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മിസൈൽ സാങ്കേതിക വിദ്യ കൈമാറുന്നതിലും ആണവ പരീക്ഷണങ്ങളിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഇരു രാജ്യങ്ങളും സഹകരിക്കാറുണ്ട്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ആയുധങ്ങളും നൽകി ഇറാന്റെ തിരിച്ചടിക്ക് കരുത്തു പകരാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കും. പറഞ്ഞു വരുന്നത് ഉത്തര കൊറിയയും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. കഴിഞ്ഞ ദിവസം കിങ് ജോങ് ഉൻ തന്നെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. ട്രംപിനെതിരെയായിരുന്നു അതിശക്തമായ രൂക്ഷമായ പ്രതികരണം. ഇനിയും കളിച്ചാൽ നിന്നെ പൊക്കും എന്ന് തന്നെയാണ്, നിന്നെ കാണിച്ചു തരാം എന്ന് തന്നെയാണ് കിങ് ജോങ് ഉൻ പറയാതെ പറഞ്ഞത്. കിങ് ജോങ് ഉന്നിനെ സംബന്ധിച്ച് ഇറാന് പിന്തുണ നൽകി കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യം മാത്രമേ ഉണ്ടാവൂ. കാരണം അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഉത്തര കൊറിയ ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പസഫിക് മേഖലയിൽ, അതായത് ദക്ഷിണ കൊറിയയും ജപ്പാനും നേരെ ഉത്തര കൊറിയ പ്രകോപനം സൃഷ്ടിച്ചാൽ അമേരിക്കയ്ക്ക് രണ്ട് മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരും. ഇത് അമേരിക്കയുടെ സൈനിക ശക്തിയെ തളർത്താൻ കാരണമാകും. തങ്ങൾ വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലുകളും ഡ്രോണുകളും യുദ്ധകളത്തിൽ പരീക്ഷിക്കാനുള്ള ഒരു അവസരമായി കിങ് ജോങ് ഉൻ ഇതിനെ കണ്ടേക്കാം എന്നുള്ള കാര്യവും ഈ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വെക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ സൈന്യത്തെ അയച്ചതുപോലെ ഇറാന്റെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കാൻ ചെറിയൊരു വിഭാഗം സൈനികരെയോ സാങ്കേതിക വിദഗ്ധരെയോ അയച്ചാൽ അത് ഇസ്രായേലിന്റെ പ്രതിരോധ വ്യൂഹമായ അയൺ ഡോമിന് വലിയ വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉത്തര കൊറിയ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അതിനു പിന്നിൽ റഷ്യയുടെയോ ചൈനയുടെയോ പരോക്ഷ പിന്തുണയുണ്ടാകാൻ സാധ്യത ഏറെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ അച്ചുതണ്ട് ശക്തികൾ ഒന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നിലവിൽ ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കും. കിങ് ജോങ് ഉൻ ഈ സംഘർഷത്തിൽ ഇടപെടുക എന്നത് കേവലം ഒരു പ്രാദേശിക നീക്കമായല്ല ഞാൻ കാണുന്നത്, മറിച്ച് ലോകത്തെ വിനാശകരമായ ഒരു ആണവ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് എത്തിക്കുന്ന ഒന്നായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കേണ്ടത്. ശക്തിയുള്ളവനെ ലോകം ബഹുമാനിക്കൂ എന്ന കിങ് ജോങ് ഉന്നിന്റെ നയം ഇറാന് കരുത്തു പകരുമെങ്കിലും അത് ലോകമെമ്പാടും സാമ്പത്തിക തകർച്ചയ്ക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവഹാനിക്കുമൊക്കെ കാരണമാകും. ഇറാന് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ തകർക്കാൻ എന്തൊക്കെയാണ് മുമ്പിലുള്ള വജ്രായുധങ്ങൾ എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20-30% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. യുദ്ധമുണ്ടായാൽ ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ആഗോള എണ്ണവില കുതിച്ചുയരുകയും ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഇത് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ഇറാന് ലഭിക്കുന്ന വലിയൊരു വജ്രായുധമാണ്. ഇറാന്റെ പക്കൽ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന കാമിക്കാസെ ഡ്രോണുകൾ കൂട്ടമായി അയച്ച് ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് സാധിച്ചേക്കാം. ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ തൊടുക്കുന്നത് ശത്രുവിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ സാധ്യതയില്ല. ഇറാൻ വിസ്തൃതമായ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. ഒരു കരയുദ്ധം ഉണ്ടായാൽ അമേരിക്കൻ സൈന്യത്തിന് ഇറാന്റെ ഭൂപ്രകൃതി വലിയ വെല്ലുവിളിയാകും. കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഒരു കരയുദ്ധത്തിനും ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഗറില്ല യുദ്ധമുറകളിലൂടെയും തുരങ്ക ശൃംഖലകളിലൂടെയും ശത്രു സൈന്യത്തെ ദീർഘകാലം തളച്ചിടാൻ ഇറാന് സാധിക്കും എന്ന കാര്യം മറന്നുപോകരുത്. വിയറ്റ്നാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ അമേരിക്ക നേരിട്ടതിന് സമാനമായ ഒരു അവസ്ഥ ഇവിടെയും അത്തരം ഒരു കരയുദ്ധം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ്. സൈബർ ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഇറാൻ ഇന്ന് ലോക ശക്തികൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയിലെയും വൈദ്യുതി നിലയങ്ങൾ, ബാങ്കിംഗ് സേവനങ്ങൾ, സൈനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ സൈബർ ആക്രമണത്തിലൂടെ തകർക്കാൻ ഇറാന് പെട്ടെന്ന് തന്നെ സാധിച്ചേക്കാം. ഇത് യുദ്ധക്കളത്തിന് പുറത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ അതിർത്തിക്ക് പുറത്തുള്ള സായുധ ഗ്രൂപ്പുകളാണ്. ലെബനനിലെ ഹിസ്ബുള്ള,
യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ മലീഷ്യകൾ എന്നിവർ ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാൽ അത് ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാൻ ഏറെ സഹായിക്കും. ഇത് ഒരു മൾട്ടി ഫ്രണ്ട്, അതായത് ഒരു ബഹുതല യുദ്ധത്തിലേക്ക് വഴിതെളിയിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ട്രംപിന്റെ യുദ്ധവെറിക്കെതിരെ കമല ഹാരിസ് അടക്കം നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സ്പെയിനും കളത്തിലിറങ്ങിയിരിക്കുകയാണ് ട്രംപിനെതിരെ. ഇറാനിലെ US ഇസ്രായേൽ സൈനിക നീക്കത്തിനെതിരെ വീണ്ടും വിമർശനവുമായി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ വെച്ചുള്ള തീക്കളിയാണ് ഇറാനിലെ യുദ്ധം. യൂറോപ്പിലെ പുരോഗമനവാദിയായ നേതാവാണെന്ന് പരക്കെ അറിയപ്പെടുന്ന സാഞ്ചസ് US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ പലവട്ടം ഇതുപോലെ നീതീകരിക്കാനാകാത്തതും വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സൈനിക ഇടപെടലിനെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തിയതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയർന്നു വരുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കാണുകയാണ്. നിരവധി സെനറ്റർമാരാണ് ഇറാനെതിരെയുള്ള US ആക്രമണം ശരിയായ നടപടിയല്ല എന്ന വാദം ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല, സ്വതന്ത്ര സെനറ്റർമാരും എതിരഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടത്തിന് കൃത്യമായ ഒരു ധാരണയുമില്ലെന്നാണ് സെനറ്ററായിട്ടുള്ള എലിസബത്ത് വാറന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇസ്രായേലിന് ഇറാനിൽ ബോംബിടാൻ വേണ്ടി മാത്രം ഒരു ആവശ്യവുമില്ലാതെ അമേരിക്കയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് സ്വതന്ത്ര സെനറ്ററായിട്ടുള്ള ആങ്കസ് കിങ്ങിന്റെ വാക്കുകൾ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായത്. US പട്ടാളക്കാരെ ഇറാനിലേക്ക് കരയുദ്ധത്തിന് അയക്കാനുള്ള പദ്ധതി ഏറെ ഭയപ്പെടുത്തുന്നു എന്നാണ് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെൻതാലിന്റെ പ്രതികരണം. ഇറാനെ ആക്രമിക്കാനായി എന്തിനാണ് ട്രംപ് കോടിക്കണക്കിന് ഡോളർ ചിലവാക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റിക് നേതാവും സെനറ്ററുമായ ഹക്കീം ജെഫ്രീസിന്റെ ചോദ്യം. ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും ട്രംപ് ഒരു മറുപടിയും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ നിന്നും കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. കോൺഗ്രസിൽ നിന്നും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും മാത്രമല്ല, ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട് ട്രംപിനെതിരെ എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ട്രംപ് എന്താണ് സത്യത്തിൽ ചെയ്യുന്നത്? ട്രംപ് സത്യത്തിൽ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തേടുകയാണ്. എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്നു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ആ പ്രയോഗം പോലെയാണ് ട്രംപ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. യുദ്ധം ഒരിക്കലും അവസാനിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ട്രംപ് പയറ്റുകയാണ്. പക്ഷേ കിങ് ജോങ് ഉന്നിനെ പോലുള്ള ആളുകളൊക്കെ പ്രകോപിതരായി ഈ യുദ്ധത്തിൽ അണിചേർന്നാൽ ട്രംപിന്റെ കാര്യമൊക്കെ അധോഗതി എന്ന് പറയാതെ വയ്യ. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഈ പറയുന്ന ഉത്തര കൊറിയ അടക്കം രംഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക മാത്രമല്ല തകർന്നു പോവുക, ലോകരാജ്യങ്ങൾ ഒന്നടക്കം വലിയ തകർച്ചയിലേക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ആ ഭരണാധികാരി ഒരൊറ്റ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അയാൾ എന്തും ചെയ്യും, ഏതും ചെയ്യും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. അതുകൊണ്ടാകാം ഒരുപക്ഷെ ട്രംപ് ഈ കിങ് ജോങ് ഉന്നിനെ ഭയപ്പെടുന്നതും കിങ് ജോങ് ഉന്നിനെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിക്കാത്തതും. എന്തായാലും കിങ് ജോങ് ഉന്നിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ, ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു യുദ്ധവും ആർക്കും ഒരു വിജയവും സമ്മാനിക്കുന്നില്ല എന്ന് എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ പറഞ്ഞു വെക്കുന്നു. നഷ്ടങ്ങൾ മാത്രമേ എല്ലാ യുദ്ധങ്ങളും സമ്മാനിക്കുന്നുള്ളൂ. അവിടെ ആരും ജയിക്കുന്നില്ല. ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോഴും അവർക്ക് കാണിക്കാൻ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ, കുറെ മരിച്ച ശവങ്ങൾ മാത്രം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.